ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമുക്കറിയാം 2027 വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് LDC എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചിലർക്കുള്ള സംശയമാണ് ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങണോ എന്നുള്ളത് അല്ലേ. അതായത് ഇനി അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് അതിന് ശേഷമായി ആരംഭിക്കാൻ പഠനം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്രയും നമ്മുടെ സ്വപ്നം പോലെ എത്തിപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ സമയം പാഴാക്കാതെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കാണ്ട് തന്നെ എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടോ. നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഡിസംബർ അവസാനത്തോടു കൂടിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സിലബസ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമുക്ക് സിലബസിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതനുസരിച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ആദ്യം തന്നെ നമ്മൾ സിലബസ് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് കൃത്യമായിട്ട് നമ്മളിത് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓരോ സബ്ജക്റ്റിനും എത്ര വെയിറ്റേജ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോവാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ടൈം ടേബിൾ. നമ്മൾ ഇനിയും നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഇരിക്കുന്ന ആളുകളോട് ഒന്നുകൂടെ പറയാം, നമുക്ക് ഒരുപാട് സമയവും അതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സമയമൊക്കെ അനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുക. നമുക്കറിയാം ഓരോരുത്തർക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലേ. ചിലരെ സംബന്ധിച്ച് 6 മണിക്കൂറായിരിക്കും പഠിക്കാൻ സാധിക്കുന്നത്, ചിലർക്ക് 4 മണിക്കൂറായിരിക്കും. പക്ഷേ ഓർക്കുക, നമുക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞു മാക്സിമം PYQs മനസ്സിലാക്കുക. അതായത് നമ്മൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ വെയിറ്റേജ് ഒക്കെ മനസ്സിലാക്കുന്നതിനോട് ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു നോക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരു ദിവസം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിലൊക്കെ ചെയ്തു നോക്കുക. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളവ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് SCERT ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ ഓരോ പാഠഭാഗങ്ങളും എവിടെയാണ് വരുന്നത്, ഏത് പാഠഭാഗത്താണ് വരുന്നത് എന്ന് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു പോവുക കേട്ടോ. കാരണം SCERT ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്കറിയാം പുതിയ SCERT അതുപോലെ തന്നെ പഴയ SCERT രണ്ട് തരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, പഴയതും പുതിയതും. അതുകൊണ്ട് തന്നെ ഓരോ പാഠഭാഗങ്ങളും എവിടെയാണ് വരുന്നത് അല്ലെങ്കിൽ ഓരോ ഏരിയ ഏത് ചാപ്റ്റേഴ്സിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. അതുപോലെ റിവിഷൻസ്, നമുക്കറിയാം നമ്മൾ റിവിഷൻ എത്ര മാത്രം ചെയ്യുന്നോ അത്രയും നമുക്ക് ഗുണമാണ് അല്ലേ. ഇത് നമ്മൾ ഓരോ ഭാഗം പഠിച്ച് കഴിയുന്നതിൻ്റെ ഒപ്പം തന്നെ റിവിഷനും ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ചെയ്യുക. OMR ഷീറ്റിൽ ഒരു എക്സാം ചെയ്യുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമുക്ക് മുന്നിൽ വരാനിരിക്കുന്ന മികച്ചൊരവസരമാണ് അത്. വെറുതെ നമ്മൾ സമയം വേസ്റ്റാക്കി കളയാതെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.